Hello friends, welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഡെയിലി വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് പഴം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പുളിശ്ശേരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേ ഒരു ടേസ്റ്റാണ്. അപ്പം മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഈ പുളിശ്ശേരി എന്തായാലും ഇഷ്ടാവും. നമ്മുടെ എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അരപ്പ് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകല്ലേ അതാണ്, ഒരു 8-9 കുരുമുളക് കൂടെ ഇട്ടിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ മോര് കറിയിലേക്ക് വേണ്ട കഷ്ണം മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് അധികം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമല്ല, ഒരു മീഡിയം പഴുത്തിട്ടുള്ള പഴമാണ്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന പഴമില്ലേ അത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം, 240 ml കപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 8 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മുറിച്ച് നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പില്ലേ അതൊഴിച്ച് കൊടുക്കാം. ഈ അരപ്പ് അരച്ച മിക്സി ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിതിലെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഈ അരപ്പൊന്ന് തിളക്കട്ടെ കേട്ടോ. അതിലേക്ക് 1 കപ്പ് തൈര് വെള്ളം ഒന്നും ഒഴിക്കാതെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ തൈരൊക്കെ പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഇനി തൈര് ഒഴിച്ചിട്ട് നമുക്ക് അധികം നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ ചൂടിൽ തന്നെ ഇരുന്നിട്ട് അതൊക്കെ കുക്കായിക്കോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ പഴമൊക്കെ വേവിക്കാൻ വേണ്ടി വെക്കില്ലേ, ആ സമയത്ത് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നാടൻ കറിയിലേക്കൊക്കെ കുറച്ച് അധികം വെളിച്ചെണ്ണ ഉള്ളതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. എണ്ണയൊക്കെ നന്നായി ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 നുള്ള് മുളക് പൊടിയും 1 നുള്ള് ഉലുവപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പഴംപുളിശ്ശേരി ഇഷ്ടമായെന്ന് കരുതുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.